നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ സ്വന്തമായ ഒരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും, എത്ര പേർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. നമ്മുടെ രാജ്യം ജനാധിപത്യ നാടാണെന്നും നമ്മുടെ സംസ്ഥാനം ജനാധിപത്യ നാട്ടിൽ ചേർന്ന ഒരു സംസ്ഥാനമാണെന്നും ഒക്കെ നമ്മൾ വാഗണ്ടൊക്കെ പറയുന്ന ഇക്കാലവും ഈ കഴിഞ്ഞ 9-ാം തീയതി നടന്ന ഇലക്ഷനിൽ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വന്നിട്ട് നമുക്ക് 10, 20, 21 ദിവസം മാത്രമേ പ്രചാരണത്തിനൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ UDF പാർട്ടി, UDF, LDF, NDA ഇങ്ങനെ 3 വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പ്രബല പാർട്ടികളായിട്ട് നമ്മുടെ കേരളത്തിൽ ഇലക്ഷനിൽ നിന്ന് പങ്കെടുത്തവർ, സ്ഥാനാർത്ഥികളായി നിന്ന് പങ്കെടുത്തവർ. പക്ഷേ ഇവിടെ ഉള്ള ഈ ജനാധിപത്യ നാട്ടിൽ നമ്മുടെ ഈ മീഡിയക്കാരെ നമ്മൾ കുറേ കാലമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ 2026 10 വർഷക്കാലമായിട്ടും അല്ലെങ്കിൽ 5 വർഷമായിട്ട് തരംതിരിച്ച് നോക്കുകയാണെങ്കിൽ മീഡിയക്കാർ ഒരുപാട് മാറിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ജനാധിപത്യം എന്ന് പറയുന്ന ആ പദത്തിന് കേരളത്തിലുള്ള ഒരു മീഡിയക്കാരുടെ കയ്യിലും അല്ലെങ്കിൽ ഒരു മീഡിയക്കാരുടെ പക്ഷത്തും ജനാധിപത്യം തൊട്ടുതീണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇതിനകത്ത് സാധാരണ ഞങ്ങളൊക്കെ പറയാറുള്ളത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാൽ അവർക്ക് രാഷ്ട്രീയം പാടില്ല, ഒരു അധ്യാപകനായാൽ അവർക്ക് രാഷ്ട്രീയം പാടില്ല, അല്ലെങ്കിൽ ഒരു വക്കീലായാൽ അവർക്ക് രാഷ്ട്രീയം പാടില്ല, ഒരു പള്ളിയിലെ പുരോഹിതനാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളിലെ പുരോഹിതരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊന്നും രാഷ്ട്രീയം പാടില്ല എന്ന് പൊതുവേ നമ്മൾ ആധികാരികമായിട്ടല്ലെങ്കിലും നമ്മൾ പറയും. എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയം അത് അവരവരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയമുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട്, ഇല്ലാത്തവർക്കില്ല, ഒക്കെ നമ്മുടെ ഭാരതത്തിൽ യോജിച്ചു പോകേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ രാഷ്ട്രീയം ചില സമയങ്ങളിൽ ചില മനുഷ്യരുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിലും അതോടൊപ്പം ചിലവർക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കാതെ വരികയും, സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ തന്നെ ആ അധ്യാപകന് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയിൽപ്പെട്ട മാതാപിതാക്കളുടെ മകനോ മകളോ ആണ് ആ സ്കൂളിൽ പഠിക്കുന്നത് എന്ന് ആ അധ്യാപകന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തോന്നിപ്പോകുന്ന ആ കുട്ടിയോടും മറ്റുള്ള കുട്ടികളോടും ഇടപെടുന്നതിൽ അധ്യാപകർക്ക് വ്യത്യാസമുണ്ടാകാം. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, ഇതിന്റെ ഒരു അഭിപ്രായം, എന്റെ സ്വന്തമായ അഭിപ്രായമാണ്. കാരണം ഈ രാഷ്ട്രീയത്തിൽ പെടുന്നവരെ ചില ആളുകൾ പറയുന്നത് രാഷ്ട്രീയം വേറെ, സമുദായം വേറെ, മതസംഘടനകൾ വേറെ, ഇതെല്ലാം വേറെ വേറെയാണെന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. സത്യത്തിൽ രാഷ്ട്രീയം, മതം, എല്ലാ സംഘടനകളും രാഷ്ട്രീയം ഉൾപ്പെട്ടതാണ്. രാഷ്ട്രീയം ഉൾപ്പെടാത്ത ഒരു സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ 2026 തെരഞ്ഞെടുപ്പിൽ 10,000 രൂപ ഗവൺമെന്റിൽ കെട്ടിവെച്ച് ഓരോ സ്ഥാനാർത്ഥികളും ഇലക്ഷൻ നിൽക്കുകയാണ്. ഞാൻ വിജയിക്കും, എനിക്ക് എല്ലാവരും വോട്ട് തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വോട്ട് നിൽക്കുന്ന അവരവർ വിജയിക്കാൻ വേണ്ടിയാണ്. അത് NDA ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരവർ ജയിക്കണമെന്നാണ് അവരവരുടെ താല്പര്യം. അതിനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ഒരു നിയമം വെച്ചിട്ടുണ്ട്. ആ നാട്ടിൽ എന്ന് ഇലക്ഷൻ പബ്ലിസിറ്റി ചെയ്യുന്നോ അന്ന് മുതൽ ഇലക്ഷൻ കഴിയുന്നവരെയും ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണൽ വരെയും ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതും അവർ ചെയ്യേണ്ട എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് എത്രയോ പേര് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇതേ ഇലക്ഷൻ കമ്മീഷനുടെ എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അവരും ഇലക്ഷന് വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ പ്രാവശ്യത്തെ ഈ ഇലക്ഷനിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് ഇന്ന വാർഡ് അല്ലെങ്കിൽ ഇന്ന വാർഡിലോ ഇന്ന മണ്ഡലത്തിലോ ഇത്ര പേര് നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, അതിൽ ഇന്ന ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അടുത്ത് പോയി നിങ്ങൾ ഈ പ്രാവശ്യം ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുണ്ടായ കാരണം എന്താണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട്, ഇതൊന്നും ചോദിച്ച് ഒരു മീഡിയക്കാരെയും ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടിയിൽ കമന്റ് ചെയ്യും. ഇത് ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് മീഡിയക്കാർ എന്ന് വെച്ചാൽ ഏത് മീഡിയക്കാരായാലും ചെയ്തു വരുന്നത്. നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ നടത്തി വരുന്നത് അവർക്ക് പരസ്യം കിട്ടുന്നതിലുള്ള വരുമാനത്തിൽ നിന്നാണ്. ഇവരുടെ ജീവനക്കാർക്ക് ശമ്പളവും ഇവർക്ക് വേണ്ട ചെലവുകളൊക്കെ വഹിക്കുന്നതൊക്കെ ഈ പരസ്യത്തിലൂടെയാണ് നമ്മൾ പണ്ടോട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പരസ്യം വാങ്ങിക്കുന്നവര് പാർട്ടിക്കാരിൽ നിന്നും പരസ്യം വാങ്ങി അവരുടെ പാർട്ടിക്ക് വേണ്ടി കൊഴലൂത്ത് നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കാലത്തും നിങ്ങൾക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല. ഇപ്പോഴും ജനങ്ങൾ വിഡ്ഢികളല്ല, ജനങ്ങൾ രാജാക്കന്മാർ തന്നെയാണ്. പക്ഷേ ചില രാഷ്ട്രീയ സംഘടനയിലിരിക്കുന്ന ചില ആളുകൾക്ക് രാഷ്ട്രീയ ആരും ഒന്നിനും അടിമപ്പെട്ടു പോകാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു രാഷ്ട്രീയത്തിനും ഒരു മതസംഘടനകൾക്കും ഒരു സംഘടനകൾക്കും നമ്മൾ ഒരു മനുഷ്യനും അടിമപ്പെട്ടു പോകേണ്ടവരല്ല. നമുക്കെല്ലാം തുല്യ നീതി ലഭിക്കേണ്ട നാട്ടിൽ തന്നെയാണ് നമ്മൾ കരമടച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഒരു NDA ആയിട്ടൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴോ UDF ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴോ LDF ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴോ അതേ പ്രാധാന്യവും അതേ പരിഗണനയും ഒരു
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വ്യക്തിക്കും മാധ്യമങ്ങൾ പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പറയുവാൻ കാരണം, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ അവർക്ക് അധികാരമുണ്ട്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ ഈ ഇലക്ഷൻ നിൽക്കുന്ന എത്ര പാർട്ടികൾക്ക്, നമുക്കിപ്പോൾ പ്രബല പാർട്ടി എന്ന് പറയുന്നത്, ഈ പ്രബല പാർട്ടികളിൽ നിൽക്കുന്നവർക്ക് തന്നെ അവർക്ക് തന്നെ വോട്ട് ചെയ്യുവാൻ താല്പര്യമില്ലാത്തവർക്ക് നോട്ടായി വോട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്. ഈ 3 പേരെയോ അല്ലെങ്കിൽ 4 പേരെയോ എനിക്ക് ഇഷ്ടമില്ലാത്തവരാണ് ഇവർ അത്ര പേരും. അതുകൊണ്ട് ഞാൻ ഇവരാൾക്ക് വോട്ട് ചെയ്യുകയില്ല എന്ന് നമ്മുടെ വോട്ട് വേസ്റ്റ് ആക്കരുത്, ആ വോട്ട് ചെയ്തിരിക്കണം, അതുകൊണ്ടാണ് നോട്ട എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊണ്ടുവന്നു. അതിനുപോലും അവകാശമുള്ള നമ്മുടെ നാട്ടിൽ, ഈ ജനാധിപത്യ നാട്ടിൽ, ഈ രാഷ്ട്രീയക്കാരോടുള്ള വൈരുദ്ധ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടാത്തവരോ, ഓരോരോ നാട്ടിലായിരിക്കുമല്ലോ ഓരോരുത്തർ നിൽക്കുന്നത്, ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെയും എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ചില രാഷ്ട്രീയക്കാരും ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ആരോടും വിളിച്ചു പറയുവാനും, നമ്മുടെ സംഘടനയിൽ സംഭവിച്ചത് തെറ്റാണ്, അത് തിരുത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ സംഘടനയാണെന്ന് വിചാരിക്കാത്ത ചില രാഷ്ട്രീയക്കാർ. അവരുടെ ഉദ്ദേശം അവർ അടിമകളാണ് എന്നുള്ളത് മാത്രമാണ്. അടിമകളായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഉള്ള സംഘടനയിൽ, ആ സംഘടനയിൽ നമ്മൾ അടിമകളായിട്ടിരിക്കുമ്പോൾ ആ സംഘടന എന്ത് തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അതിനെ ന്യായീകരിച്ച് അത് ശരിയായ രീതിയിൽ നല്ലതാണ് അത് ചെയ്തെന്നുള്ള വളച്ചൊടിക്കൽ, അതാണ് ന്യായീകരണം എന്ന് പറയുന്നത്. അങ്ങനെ ന്യായീകരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്തതും, അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ തനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇതിന് മുമ്പും നടന്നിട്ടുണ്ടാകാം, എനിക്കറിയില്ല. ഇതേ പ്രബല പാർട്ടിയിൽ നിന്ന് വിജയിച്ച് അവര് വീണ്ടും ആ പാർട്ടിയിൽ നിന്ന് മാറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ അവർക്കൊക്കെ വലിയ പ്രസക്തിയും വാർത്തകളും ഒക്കെ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രബല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിജയിച്ച് വീണ്ടും വന്ന് അവർ ആ പാർട്ടിയിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ മാറിപ്പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന പലരും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മത്സരിച്ചിട്ടുണ്ട്. അവർക്ക് വാർത്താ പ്രാധാന്യം നൽകുകയും സാധാരണ ഒരു മനുഷ്യൻ പണത്തിന്റെ കുറവ് മൂലമോ പ്രസക്തിയുടെ കുറവ് മൂലമോ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു വാർത്താ പ്രാധാന്യമോ അവരുടെ വാർത്തയിൽ അവരുടെ മുഖം കാണിക്കലോ എല്ലാം ഇന്ന മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥികളാണ് ഇന്ന പാർട്ടിയിൽ നിൽക്കുന്നത്, ഇന്ന ആളുകളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന ഒരു വാർത്ത കൊടുക്കുവാൻ മാധ്യമങ്ങൾക്ക് എന്താണ് കുറവ്? അവരവർ ഈ ജനാധിപത്യത്തിൽ ആര് വേണമെങ്കിലും വോട്ട് കൊടുക്കട്ടെ, സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊടുക്കുന്നോ ആർക്ക് കൊടുത്താലും ഈ മാധ്യമങ്ങൾക്കൊന്നുമില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ വിചാരിക്കേണ്ട, ഉണ്ട്. കാരണം ഇവർ കൈപ്പറ്റിയിരിക്കുന്ന പണത്തിന് ഇവർ കൂലി കൊടുത്തേ മതിയാകും. ആ പണത്തിന് ഇവർ ജോലി ചെയ്യുന്ന ഒരു അടിമകളെ പോലെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരായിട്ട് ഇന്നത്തെ കാലം മാറിയതിൽ വളരെയധികം ദുഃഖമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പോലീസുകാർക്ക് രാഷ്ട്രീയം, അധ്യാപകർക്ക് രാഷ്ട്രീയം, വക്കീലന്മാർക്ക് രാഷ്ട്രീയം, കോടതിയിൽ പോയാൽ രാഷ്ട്രീയം, എവിടെ പോയാലും രാഷ്ട്രീയമായി അങ്ങനെ ഒരു പശ്ചാത്തലം വന്നതുകൊണ്ട് ഇത് ബാധിക്കാൻ പോകുന്നത് വരും തലമുറയാണ്. സാധാരണയായി ഇതിനു മുമ്പ് നമ്മൾ പണ്ടത്തെ കാലത്ത് നിന്റെ ജാതി എന്താ എന്ന് ചോദിക്കും. ഇപ്പോഴത്തെ കാലത്ത് മതമായി. ഇനി മുന്നോട്ട് വരുന്ന കാലത്ത് ചോദിക്കുന്നത് നിന്റെ രാഷ്ട്രീയം എന്താ എന്ന് ചോദിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്തു തരാൻ മുന്നോട്ട് വരുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കാം. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ആ ഓട്ടോയും എടുത്ത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അങ്ങനെ ഒരു ഓട്ടോ വാങ്ങിക്കുന്നതും. സ്വന്തം ഭാര്യയുടെ താലിമാലയോ പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന എല്ലാ സ്വത്തും പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന പണസമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് ലോണും ഇട്ട് എങ്ങനെയെങ്കിലും ഒരു ജീവിതോപാധിയായിട്ട് തെരഞ്ഞെടുത്ത ഒരു ഓട്ടോ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ്? ഒരു ബസ്സിലൊരു ഡ്രൈവർ ജോലിയായിട്ടൊരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊരു ഡ്രൈവറായിട്ട് ഒരു ബസ്സിൽ ജീവനക്കാരനായാൽ അവിടെ ചോദിക്കുന്നതും ഇത് തന്നെയാണ്, താങ്കളുടെ രാഷ്ട്രീയം എന്താണ്? അപ്പോൾ ഏത് മേഖലയിലും രാഷ്ട്രീയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കുന്ന ചില സമൂഹത്തിൽ ചില ആളുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാർക്കും രാഷ്ട്രീയം വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരവരുടേതായ അവരുടെ മൗലിക അവകാശങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. പക്ഷേ അത് പ്രതിഫലിപ്പിക്കാൻ പാടില്ല, അത് രാഷ്ട്രീയം പുറത്ത് പറഞ്ഞ് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സർവ്വ മേഖലകളിലും ഈ രാഷ്ട്രീയം മാത്രം ഉണ്ടെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ ഒരു അധികാരമോഹം, അതാണ് രാഷ്ട്രീയത്തിനെ ഇഷ്ടപ്പെടുന്ന ഏകദേശം 80% ആളുകൾക്കും അധികാരമോഹമുള്ളവരാണ്. അവരാണ് ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്. സാധാരണ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഊഹിക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക അങ്ങനല്ല. പണ്ടാരോ ഒരു പറഞ്ഞതിൻ്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്, കണ്ട പോക്രികൾക്കും അപരാധ ജീവിതം ജീവിക്കുന്നവനും അങ്ങനെയൊക്കെയുള്ള തെറ്റായ രീതികളിൽ ജീവിച്ചു വരുന്ന തന്റെ തോന്നിയവാസത്തിൽ ജീവിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ഒരു തുറുപ്പ് ചൂട്ടാണ് അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കും. ഇതിനൊക്കെ കാരണക്കാർ ഞാൻ ഈ പറഞ്ഞ വിഭാഗം തന്നെയാണ്. അവർ അധികാരമോഹികളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ തലമുറകൾ വളർന്നു വരുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുണ്ടാകും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റ് ചെയ്താലും അത് നല്ല കാര്യമായി മാറ്റിയെടുക്കും എന്നുള്ളൊരു ചിന്താഗതി കുഞ്ഞുങ്ങൾക്ക് വരും. അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. ഇന്ന് ഈ രാഷ്ട്രീയത്തിൽ കണ്ടെത്തുക തോന്നിവാസങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളോ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ മേലായ്മ രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം
മേലാളുകളും മറ്റുള്ളവരെല്ലാം കീഴാളുകളുമായി കാണുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം അഭിപ്രായമാണ്. ഇത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. ഇത് ശരിയല്ല. ഒരു ജനാധിപത്യ നാട്ടിൽ അത് ശരിയായ ഇതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളൊക്കെ അപ്പോൾ അപ്പൂപ്പന്മാരൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് നമ്മുടെ തലമുറയെ തെറ്റിച്ചത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമാകാം, പക്ഷെ അവരവർക്ക് മതവും ദൈവവിശ്വാസവും ഒക്കെ ഉള്ളതുപോലെ രാഷ്ട്രീയം അവരവരുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. അത് അവരവർക്ക് വോട്ട് ചെയ്യുവാനും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷെങ്കിൽ നമ്മൾ മാത്രമേ ആകാവൂ, മറ്റുള്ളവരാരും ആകരുത്, ആകാൻ പാടില്ല, അവരാരും ജീവിക്കാൻ പാടില്ല, അവരെല്ലാം അവഹേളിച്ച് നമ്മൾ ജീവിക്കൂ എന്നുള്ള ഒരു ഭാഗം രാഷ്ട്രീയത്തിൽ കൊണ്ടുവരരുത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ഇലക്ഷൻ നിൽക്കുവാൻ സ്ഥാനാർത്ഥിയാകുവാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ വിശ്വാസം പോലെ തന്നെയാണ് അവരുടെ വിശ്വാസവും. എൻ്റെ സ്വാതന്ത്ര്യം പോലെ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ മൗലിക അവകാശം അതേപോലെ അവർക്കും മൗലിക അവകാശമുണ്ട് എന്നുള്ള ഒരു തത്വത്തിലേക്ക് വരണമെങ്കിൽ നമ്മളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കും. രാഷ്ട്രീയ പ്രവർത്തകർ അഹങ്കാര ബുദ്ധി കുറച്ചിട്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവരായി മുന്നോട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എല്ലാ സ്ഥാനാർത്ഥികൾ UDF എന്നോ LDF എന്നോ NDA എന്നോ വ്യത്യാസമില്ല. അതോടൊപ്പം നിങ്ങൾ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അവരും എന്തോ ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കാണാതെ പോയ മാധ്യമങ്ങൾ നല്ലതിന് വേണ്ടിയല്ല, നിങ്ങളെ ചോദ്യം ചെയ്യുവാൻ വരും തലമുറ മുന്നോട്ട് വരും എന്ന് യാതൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞു വീഡിയോ ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.